المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദാഉ വദ്ദവാ എന്ന ഈ ഗ്രന്ഥത്തിലൂടെ പാപങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പാപങ്ങളെ വലിയ പാപങ്ങളും ചെറിയ പാപങ്ങളുമായി തിരിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ചില ആളുകൾ, ചില ഉലമാക്കൾ അങ്ങനെ വേർതിരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ദർസിൽ നാം മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമ് കരഗതമാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ, അതല്ലെങ്കിൽ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചതിൻ്റെ കാരണമായി അള്ളാഹു പറയുന്ന ഇതാണ്. എന്നിരിക്കെ ഈ ഒരു ലക്ഷ്യത്തിന് വിരുദ്ധമായി വരുന്നവകൾ പാപങ്ങളാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങൾക്ക് ഏറ്റവും അധികം വിരുദ്ധമായി വരുന്നത് ഏറ്റവും ഗുരുതരമായ പാപമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യത്തിൽ നിന്ന് എത്രയധികം ആളുകൾ തെറ്റുന്നുവോ അതിനനുസരിച്ച് അവർ ചെയ്യുന്ന പാപങ്ങളുടെ ഗൗരവം എന്ത് ചെയ്യും? കൂടുകയും കുറയുകയും ചെയ്യുമെന്നാണ് ഷേഖ് അവറുകൾ വിവരിച്ചത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ പാപം ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ അപ്പോൾ പിന്നെ ഇതിന് ഏറ്റവും ഘടകവിരുദ്ധമായി വരുന്നത് എന്താണ്? ഷിർക്കാണെന്ന് പറഞ്ഞു. ഷിർക്ക് ചെയ്തുകൊണ്ട് മുശ്രിക്കായി കുഫറിലായിക്കൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ കാലാകാലം അവൻ നരകത്തിൻ്റെ അവകാശിയായി തീരും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സംശയവും അതിനുള്ള ദൂരീകരണവുമാണ് ഇമാം അവർകൾ ശേഷം സംസാരിക്കുന്നത്. വവഖഅത് മസ്അലത്തുൻ, ഇവിടെ ഒരു ചോദ്യം സംഭവിച്ചിട്ടുണ്ട്. വഹിയ, അത് അന്നൽ മുശ്രിക ഇന്നമാ ഖസ്ദുഹു തഅദീമു ജനാബിർ റബ്ബി തബാറക വ തആല. ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം, ഒരാൾ ശിർക്ക് ചെയ്യുന്നു, അവൻ്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ശിർക്ക് ചെയ്യുന്ന ഒരാളുടെ ലക്ഷ്യം എന്താണ്? അവൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ ബഹുമാനിക്കലാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വ അന്നഹു ലിഅദമതിഹി, അള്ളാഹുവിൻ്റെ അദമത്തിൽപ്പെട്ടതാണ്, അവൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ്.
ലാ യംബഗി അദ്ദുഖൂലു അലൈഹി ഇല്ലാ ബിൽ വസാഇതി വശുഫആ. അവരുടെ വാദമനുസരിച്ച്, ഈ പറയുന്ന ആളുകളുടെ വാദമനുസരിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ് അവനിലേക്ക് എത്തിച്ചേരാൻ ഇടയാളന്മാരും ശുപാർശകരും വേണം. അതില്ലാതെ അള്ളാഹുവിനെ സമീപിക്കാൻ സാധിക്കുകയില്ല. കഹാലിൽ മുലൂക്കി, ഏതുപോലെ ഭൂമിയിലുള്ള രാജാക്കന്മാരെ പോലെ. അതുകൊണ്ട് ഫൽ മുശ്രികു ലം യഖ്സിദ് അൽ ഇസ്തിഹാനത ബിജനാബിർ റുബൂബിയ്യ. അപ്പോൾ ഒരു മുശ്രിക് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിനെ നിന്ദിക്കുക എന്നുള്ളതല്ല അവന്റെ ലക്ഷ്യം. അവൻ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അള്ളാഹുവിനുള്ള ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. അള്ളാഹുവിലേക്ക് നേരിട്ട് സമീപിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് മോശപ്പെട്ടതാണ്. നാം വളരെ നിസ്സാരരായ നാം അള്ളാഹുവിലേക്ക് നേരിട്ട് ബന്ധപ്പെട്ടാൽ മഹത്വമുള്ള അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ചതല്ല അത് എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. വഇന്നമാ ഖസദ തഅദീമ, അവൻ അള്ളാഹുവിനെ തഅലീം ചെയ്യുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വഖാൽ, എന്നിട്ട് അവൻ പറയും, ഇന്നമാ അഅ്ബുദു ഹാദിഹിൽ വസായിത ലിതുഖർരിബനി ഇലൈഹി, ഞാൻ ഈ ഇടയാളന്മാരെ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് അവർ എന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വതദുല്ലനി വതുദ്ഖിലനി അലൈഹി, അള്ളാഹുവിലേക്കുള്ള വഴി എനിക്ക് അവര് എത്തിക്കാൻ വേണ്ടിയിട്ട്, എന്നെ അള്ളാഹുവിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിലേക്ക് അവരെന്നെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ അവർക്ക് ചെയ്യുന്ന ഇബാദാത്തുകൾ മുഖേന എന്ത് ചെയ്യണം? അതെന്നെ അള്ളാഹുവിൽ എത്തിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഫഹുവൽ മഖ്സൂദ്, എന്നാൽ മഖ്സൂദ് അള്ളാഹുവാണ്. വഹാദിഹി വസായിലു വശുഫആ, ഈ പറയുന്ന മഖ്ലൂക്കാത്തുകൾ, ഇടയാളന്മാര് അതിനുള്ള ഒരു മാർഗം മാത്രമാണ്, അതിനുള്ള ഒരു ശുപാർശകർ മാത്രമാണ് എന്നുള്ളതാണ് അവരുടെ വാദം. എന്നിരിക്കെ ഫലിമ കാന ഹാദൽ ഖദ്റു മൂജിബൻ ലിസുഖതിഹി വഗദബിഹി തബാറക വതആല, എന്നിരിക്കെ ഈ ഒരു ഖദർ, ഈ ഒരു അളവ് ശിർക്ക് ചെയ്യുന്നതിനാൽ അത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാക്കി തീർക്കുന്നത്, നിർബന്ധമാക്കി തീർക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന് കാരണം? അള്ളാഹുവിനെ ബഹുമാനിക്കുകയല്ലേ ചെയ്തത്? അള്ളാഹുവിനെ ആദരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ അളവ് സംഭവിച്ചു എന്നുള്ള കാരണത്താൽ അത് അള്ളാഹുവിന്റെ കോപത്തെ നിർബന്ധമാക്കി തീർക്കുന്നത്? വമുഖല്ലിദൻ ഫിന്നാർ, നരകത്തിൽ അവൻ കാലാകാലം കിടക്കുന്നവനാക്കി അവനെ തീർക്കുന്നത് എന്തുകൊണ്ടാണ്? വമൂജിബൻ ലിസഫ്കി ദിമാഇ അസ്ഹാബിഹി വസ്തിബാഹത്തി ഹരീമിഹിം വഅംവാലിഹിം, അങ്ങനെയുള്ള ആളുകളുടെ രക്തം അനുവദനീയമാണെന്ന് പറയാൻ, അവരുടെ സമ്പത്ത്, അവരുടെ അഭിമാനങ്ങൾ, ഇതെല്ലാം ചിന്തൽ അനുവദനീയമാണെന്ന് വരെയും അള്ളാഹു നിയമമാക്കാൻ ഈ ഒരു കാരണം എന്തുകൊണ്ട് മതിയായിട്ടായി തീരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇവിടെ ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിനെ നിന്ദിക്കുക എന്നുള്ളതല്ല അവന്റെ ലക്ഷ്യം. അവൻ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്? അള്ളാഹുവിനെ ബഹുമാനിക്കലാണ്, അള്ളാഹുവിനെ തഅദീം ചെയ്യുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് അള്ളാഹുവിന്റെ കോപത്തിനിടയാക്കാൻ കാരണമാകുന്നത്? കാലാകാലം അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമാക്കുന്നത് എന്തുകൊണ്ടാണ്? അതല്ലെങ്കിൽ അവനുമായിട്ട് യുദ്ധം ചെയ്യാൻ അവന്റെ സമ്പത്തും അഭിമാനവുമെല്ലാം അനുവദനീയമാണെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്താൻ ഇത്ര ഗൗരവം എന്താണ് ഇതിന് എന്നുള്ളതാണ്. അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. അപ്പോൾ ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ ബഹുമാനിക്കലാണ് ലക്ഷ്യം വെക്കുന്നത്. ഷേഖ് അവറുകൾ പറയുകയാണ്, ലാകിന്നഹു തഅദീമുൻ ഖതഉൻ, പക്ഷേ ഈ തഅദീം ശരിയായ തഅദീമല്ല, ശരിയായ ബഹുമാനമല്ല അവൻ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രശ്നം. ലൗ ഖസദ തഅദീം അല്ലാഹി ജല്ല വഅല, അവൻ അള്ളാഹുവിനെ ആണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തഅദീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്ങനെ തഅദീം ചെയ്യണമെന്ന് അള്ളാഹു പഠിപ്പിച്ചുവോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവോ, അതനുസരിച്ചല്ല അവൻ എന്ത് ചെയ്യുന്നത്, തഅദീം ചെയ്യുന്നത്. അതാണ് അതിനുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അവന്റെ തഅദീം ശരിയാകണമെങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാനദണ്ഡം അനുസരിച്ചായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത്, തഅദീം ചെയ്യേണ്ടത്. ഇവിടെ അവന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതല്ല പ്രസക്തം,
അവന്റെ മാർഗം എന്താണെന്നുള്ളതാണ് പ്രസക്തം. വൽ ഇബറത്തു ബിൽ ഇത്തിബാ, പരിഗണിക്കപ്പെടുന്നത് എന്താണ്? അവൻ ഇത്തിബാ ചെയ്യുന്നുണ്ടോ? അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെയാണോ അവൻ എന്ത് ചെയ്യുന്നത്? തഅദീം ചെയ്യുന്നത് എന്നതാണ് പരിഗണിക്കപ്പെടുന്നത്. ലാ ബിൻ നിയ്യാത്തി വൽ മഖാസിദ്, അവന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതല്ല ഇവിടെ എന്ത് പ്രസക്തം. ഫൽ മുശ്രികു ലമ്മ അശ്റക മഅല്ലാഹി ഗൈറ ലം യഖ്സുദ അൽ ഇസ്തിഹാനത ബി, മുശ്രിക്ക് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നിന്ദിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വഇന്നമാ നവ തഅദീം, അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് ബഹുമാനം മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലി അന്നഹു റഅ അന്ന മുലൂക ദുനിയ ലാ യുതവസ്സലു ഇലൈഹിം ഇല്ലാ ബിൽ വസായിദ്, അവൻ അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന അവന്റെ ന്യായം എന്താണ്? തീർത്തും അബദ്ധജടിലമായ തീർത്തും തെറ്റായ ഒരു ധാരണയാണ് അവൻ ഇതിലെത്തിച്ചത്. അവൻ നോക്കുമ്പോൾ ഭൂമിയിലുള്ള രാജാക്കന്മാര് അവരിലേക്ക് ചെന്നു ചേരണമെങ്കിൽ എന്തു വേണം? വസായിത്തുകൾ വേണം, ഇടയാളന്മാർ വേണം. നേരിട്ട് അവരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് പ്രയാസമാണ്. ലിമക്കാനത്തിഹിം വഅദമതിഹിം ഇൻദന്നാസ്, കാരണം അവരുടെ സ്ഥാനം വലിയതാണ് ജനങ്ങളുടെ ഇടയിൽ, അവർക്ക് വലിയ മഹത്വമുണ്ട് എന്നുള്ളതിനാൽ നേരിട്ട് അവർ സമീപിക്കുക എന്നുള്ളത് പറ്റുകയില്ല. ഫഖാസ് അല്ലാഹു ജല്ല വഅല അലൽ മുലൂക്ക്, അവരെന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ സൃഷ്ടികളിൽ പെട്ടിരിക്കുന്ന വെറും എന്താണ് അള്ളാഹുവുമായിട്ട് താരതമ്യം ചെയ്യപ്പെടാൻ ഒരർഹതയുമില്ലാത്ത മുലൂക്കുകളോട്, രാജാക്കന്മാരോട് അവര് താരതമ്യം ചെയ്തു. അതാണ് പ്രശ്നം. വത്തഖദൽ വസതാഅ വശുഫഅ ലിയുഖർരിബൂനഹു ഇലൈഹി, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ശുഫഅകളെ, ശുപാർശകരെ, ഇടയാളന്മാരെ അവര് സ്വീകരിക്കുകയുണ്ടായി. ലിഅന്നല്ലാഹ ബിസഅമിഹി ലാ യുസലു ഇലൈഹി ഇല്ലാ ബിവാസിതത്തിൻ ലിഅദമതി, അവരുടെ കാഴ്ചപ്പാട് പ്രകാരം അള്ളാഹുവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രീതിയിൽ ശുപാർശകര്, ഇടയാളന്മാർ വേണമെന്നുള്ളതാണ്. ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ഇവരുടെ ഈ പറയുന്ന ലക്ഷ്യമല്ല യഥാർത്ഥത്തിൽ ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. അവരുടെ ഉദ്ദേശം, അവരുടെ മാർഗം ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. ഈ തഅദീമിനുള്ള മാർഗം എന്താണെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഖിയാസ് മോശപ്പെട്ട, വളരെ തെറ്റായ ഖിയാസാണ്, താരതമ്യമാണ് എന്ന് ശൈഖ് അവറുകൾ വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. വഹുനാക ഫർഖുൻ ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ്, ഖാലിഖിന്റെയും സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. ഫൽ ഖാലിഖു യഅലമു കുല്ല ഷൈ, ഖാലിഖ് എന്ത് ചെയ്യുന്നുണ്ട്? സകലതും അറിയുന്നവനാണ്. വൽ മഖ്ലൂഖു ലാ യഅലമു ഇല്ലാ മാ ബലഗഹു, മഖ്ലൂഖാകട്ടെ അവനിലേക്ക് എത്തുന്ന കാര്യങ്ങളെ അവൻ അറിയുന്നുള്ളൂ. ഒരു രാജാവിന് അവന്റെ പ്രജകളുടെ കാര്യം അവന്റെ സിംഹാസനത്തിൽ വെറുതെ ഇരുന്നാൽ സാധിക്കുമോ? കിട്ടുകയില്ല. അവനിലേക്ക് എന്ത് ചെയ്യണം? എത്തണം. ലാ ബുദ്ദ മിൻ വുജൂദി മൻ യുബല്ലിഗുഹു ഹവായിജൻ നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ അവനിലേക്ക് എത്തിക്കുന്ന ആളുകൾ ഉണ്ടാകണം. എന്നെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാജാവിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പ്രജകളുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കണമെങ്കിൽ രാജാവിന് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു ആകട്ടെ സകല കാര്യങ്ങളും, സൂക്ഷ്മമായ കാര്യങ്ങളും, ഒരു ഇല പൊഴിയുന്നത് വരെയും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിന്റെ അറിവ് പ്രകാരമാണ്. എന്നിരിക്കെ അള്ളാഹു അങ്ങനെയുള്ളവനാണെന്നിരിക്കെ എങ്ങനെയാണ് അള്ളാഹുവിനെയും ഈ സൃഷ്ടിയെയും എന്ത് ചെയ്യുക? സദൃശ്യപ്പെടുത്താൻ സാധിക്കുക? വേറെയും കാരണങ്ങളുണ്ട്. വകദാലിക ഫഇന്നൽ മുലൂക ഖദ് ലാ യഅതുഫൂന അലന്നാസ്, രാജാക്കന്മാർ പലപ്പോഴും ജനങ്ങളോട് കാരുണ്യത്തോടെ, ദയയോടെ പെരുമാറുന്നവരാകണമെന്നില്ല. വഅമ്മ അല്ലാഹു ജല്ല വഅല ഫഹുവ റഹീമുൻ യുഹിബ്ബുർ റഹ്മ വൽ അതുഫ അലന്നാസ്, അല്ലാഹു ആകട്ടെ അവന്റെ അടിയാറുകളോട് കാരുണ്യം കാണിക്കുന്നവനാണ്, കാരുണ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, ധാരാളമായി പുറത്തൊടുക്കുന്നവനാണ്. ഇങ്ങനെയുള്ളവനാണ് അള്ളാഹു. അതേപോലെ തന്നെ വഅയ്ളൻ അൽ മുലൂകു യഹ്താജൂന ഇലാ വസതാ വഇലാ ശുഫആ യുഈനഹു, രാജാക്കന്മാർക്ക് ശുപാർശകരുടെ ആവശ്യമുണ്ട്, അവരെ സഹായിക്കുന്ന ആളുകൾ ആവശ്യമുണ്ട്. അള്ളാഹുവിനാകട്ടെ എന്തില്ല? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിരിക്കെ ഈ പറയുന്ന ഒരു താരതമ്യം ചെയ്യൽ എന്താണ്? തീർത്തും ബാത്തുലായ, നിരർത്ഥകമായ ഒരു താരതമ്യമാണ്. അപ്പൊ ഈ രീതിയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ ബഹുമാനിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ശിർക്ക് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഇമാം അവറുകൾ ചോദിക്കുന്നത്, ആ ചോദ്യത്തിനുള്ള മറുപടി ശേഷം വരും, എന്തുകൊണ്ടത് ഇത്ര ഗൗരവമുള്ളതായി മാറി, അതാണ് അറിയേണ്ടത്. വതറത്തബ അലാ ഹാദാ സുആലുൻ ആഖർ, ഇവിടെ ഇതിനോട് വേറൊരു ചോദ്യവും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ചോദിക്കപ്പെടുന്നുണ്ട്.
വഹുവ അന്നഹു ഹൽ യജൂസു അൻ യശ്റഅ അല്ലാഹു സുബ്ഹാനഹു ലിഇബാദിഹി അത്തഖർറുബ ഇലൈഹി ബിശ്ശുഫആഇ വൽ വസായിത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്ക് അവനിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ട് ശുപാർശകരെയും ഇടയാളന്മാരെയും നിയമമാക്കുക എന്നുള്ളത് അത് നിയമമായൊരു കാര്യമാക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണോ? ഫയകൂന തഹരീമു ഹാദാ ഇന്നമാ ഉസ്തുഫീദ മിന ശറഅ, അങ്ങനെ ഷറഇൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിയമമാണോ ഇത്? ഇത് പാടില്ല എന്നുള്ളത്, അനുവദനീയമല്ല എന്നുള്ളത് ശറഅ മുഖേന പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണോ? അം ദാലിക ഖബീഹുൻ ഫിൽ ഫിത്രി വൽ ഉഖൂൽ, അതല്ല മനുഷ്യന്റെ ഫിത്രത്തിൽ തന്നെ, പ്രകൃത്യാ തന്നെ മോശപ്പെട്ട കാര്യമാണോ ഇത്? ശറഇലെ നിയമങ്ങളൊന്നും വരാതെ തന്നെ ഇങ്ങനെ ഒരു ഇടയാളന്മാർ നിശ്ചയിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിക്ക് തന്നെ, അവന്റെ ബുദ്ധിക്ക് തന്നെ യോജിക്കാത്തൊരു കാര്യമാണോ? യംതനിഉ അൻ തഅതിയ ബിഹി ശരീഅ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ശരീഅത്ത് കൊണ്ടുവരികയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമാണോ ഇത്? ബൽ ജാഅത്തി ശറാഇഉ ബിതഖ്രീരി മാ ഫിൽ ഫിത്രി വൽ ഉഖൂലി മിൻ ഖുബ്ഹിഹി അല്ലദീ ഹുവ അഖ്ബഹു മിൻ കുല്ലി ഖബീഇൻ, അതല്ല ഇങ്ങനെ ഫിത്രത്തിലും മനുഷ്യപ്രകൃതിയിൽ അവന്റെ ബുദ്ധിക്ക് ഇണങ്ങാത്തതായ ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമവുമായിട്ട് ശരീഅത്ത് വന്നതാണോ? ഏറ്റവും മോശപ്പെട്ട് ഇരിക്കുന്ന ഈ ഒരു കാര്യത്തെ. വമസ്സിറു ഫീ കൗനിഹി ലാ യഗ്ഫിറുഹു മിൻ ദൂനി സായിരി ദുനൂബ്, മറ്റുള്ള പാപങ്ങളെ അപേക്ഷിച്ച് ഈ പാപത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഇതുമായിട്ടാണ് ഒരാൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഇതിന് അള്ളാഹു പാപമോചനം കൊടുക്കുകയില്ല എന്ന് പറയുന്നതിന്റെ രഹസ്യം എന്താണ്? കമാ ഖാല തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അവൻ പുറത്തു കൊടുക്കുകയില്ല, അവനിൽ ശിർക്ക് ചെയ്യപ്പെടുന്നതിന് പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്തതിനെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. എന്താണ് ഇതിന്റെ ന്യായം എന്നുള്ളതാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇമാം അവറുകൾ പറയുകയാണ്, ഫതഅമ്മൽ ഹാദ സുആൽ, ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഗ്രഹിക്കണം, ചിന്തിക്കണം. വജ്മഅ ഖൽബക വദിഹ്നക, നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ ഏകാഗ്രമായിട്ട് കൊണ്ടുവരിക. അലാ ജവാബിഹി വലാ തസ്തഹ്വിൻഹു, ഇതിനുള്ള ഉത്തരം മനസ്സിലാക്കാൻ നിന്റെ ഹൃദയം എന്ത് ചെയ്യുക? നിന്റെ മനസ്സ് ഏകാഗ്രമായിട്ട് ഒരുമിച്ച് കൂട്ടുക. ഇതിനെ നീ നിസ്സാരമായി കാണരുത്. ഫഇന്ന ബിഹി യഹ്സുലുൽ ഫർഖു ബൈനൽ മുശ്രിക്കീന വൽ മുവഹിദീൻ, മുശ്രിക്കീങ്ങളുടെയും മുവഹിദീങ്ങളുടെയും ഇടയിലുള്ള ഫർക്ക് എന്താണെന്ന് ഇത് മുഖേന എന്ത് ചെയ്യും? വ്യത്യാസം എന്താണെന്ന് ബോധ്യപ്പെടും. വൽ ആലിമീന ബില്ലാഹി വൽ ജാഹിലീന ബിഹി, അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവരുടെ, അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്തവരുടെ ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇത് മുഖേന ബോധ്യപ്പെടും. വാഹിലിൽ ജന്നത്തി വാഹിലിന്നാർ, സ്വർഗത്തിന്റെ ആളുകളുടെ ഇടയിലുള്ളതും നരകത്തിന്റെ ആളുകളുടെ ഇടയിലുള്ളതുമായ വ്യത്യാസം എന്താണെന്ന് ഈ ഉത്തരം മുഖേന എന്ത് ചെയ്യും? ബോധ്യപ്പെടും. അതുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യേണ്ടതാണ്? മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം ഇമാം അവറുകൾ പറയുന്നു, ഫനഖൂൽ, അതിനാൽ നാം പറയുകയാണ്, വബില്ലാഹി തൗഫീഖ് വത്തഅയീദ്, അള്ളാഹുവിന്റെ തൗഫീഖോടെ, അവനിൽ നിന്നുള്ളതായ സഹായം കൊണ്ട്, അവനിൽ നിന്നുള്ളതായ കഴിവുകൊണ്ട്, വമിൻഹു നസ്തമിദ്ദുൽ മഊനത വത്തസ്ദീദ്, അവനിൽ നിന്നുള്ള സഹായത്തെ തേടിക്കൊണ്ട്, അവനിൽ നിന്നുള്ള നേർമാർഗത്തെ തേടിക്കൊണ്ട്, ഫഇന്നഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു, അവൻ ആർക്കെങ്കിലും ഹിദായത്ത് കൊടുത്താൽ അവനെ ളലാലത്തിലാക്കാൻ ആരും തന്നെയില്ല. വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു, അവൻ ആരെയെങ്കിലും വഴിതെറ്റിച്ചാൽ അവർക്ക് ഹിദായത്ത് കൊടുക്കാനും ആരും തന്നെയില്ല. വലാ മാനിഅ ലിമാ അഅതാ വലാ മുഅതിയ ലിമാ മനഅ, അവൻ നൽകിയതിനെ തടുക്കാൻ ആരുമില്ല, അവൻ തടുത്തതിനെ കൊടുക്കാനും ആരുമില്ല. എന്നിരിക്കെ അള്ളാഹുവിന്റെ സഹായം ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇമാം അവർകൾ ഈ വിഷയം വിശദീകരിക്കാൻ പോവുകയാണ്. എന്നിട്ട് പറയുന്നു, അശ്ശിർക്കു ശിർക്കാൻ, ശിർക്ക് രണ്ട് വിധമുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതിന്റെ രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഏഴാകാശത്തെ സൃഷ്ടിച്ചത്, അതേപോലെ തന്നെ ഭൂമിയെ സൃഷ്ടിച്ചത്, അതിന് ഇടയിലുള്ളവകൾ സൃഷ്ടിച്ചതെല്ലാം ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച് നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൃഷ്ടിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ അറിയലാണ്. ഇതിനെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് അത്
തൗഹീദുൽ ഇൽമി എന്നാണ്. തൗഹീദിനെ ഉലമാക്കൾ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. തൗഹീദുൽ ഇൽമി വ തൗഹീദുൽ അമലി. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് കരഗതമാക്കുക, അവൻ്റെ അസ്തിത്വത്തെ കുറിച്ച്, അവൻ്റെ വുജൂദിനെ സംബന്ധിച്ച്, അവൻ്റെ റുബൂബിയ്യത്തിനെ സംബന്ധിച്ച്, അവൻ്റെ ഉലൂഹിയ്യത്തിനെ സംബന്ധിച്ച്, അസ്മാകളെ സംബന്ധിച്ച്, സിഫാത്തുകളെ സംബന്ധിച്ചുള്ള അറിവ് നേടുക. ഇതിനെ തൗഹീദുൽ ഇൽമി എന്നാണ് പറയുന്നത്. അതേപോലെ തൗഹീദുൽ അമലി ഉണ്ട്. അതാണ് പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അത് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇബാദാത്തുകൾ മുഴുവൻ എന്ത് ചെയ്യുക? അള്ളാഹുവിന് മാത്രമാക്കി തീർക്കുക. അതിന് തൗഹീദുൽ അമലി എന്ന് പറയും. ഇതേപോലെ തന്നെ ഷിർക്കിന് എന്ത് ചെയ്യാണ്? രണ്ട് ഗണമായിട്ട് ഇവിടെ വേർതിരിക്കാൻ പോവുകയാണ്. അശ്ശിർക്കു ഷിർക്കാനി. ഷിർക്ക് രണ്ട് വിധമുണ്ട്. ഷിർക്കുൻ യതഅല്ലഖു ബിദാത്തിൽ മഅബൂദി വഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി. ഒരു ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദാത്തുമായി, അവൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. അവൻ്റെ ഇസ്മുകളും അവൻ്റെ സിഫാത്തുകളും അവൻ്റെ അഫ്ആലുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഷിർക്കിനെ അശ്ശിർക്കുൽ ഇൽമി എന്ന് പറയും. അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാകളിൽ നിന്ന് ഏതെങ്കിലും നിഷേധിക്കുക, അതിലുള്ള തൗഹീദിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും വിശ്വസിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ അഫ്ആലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഉള്ള ജ്ഞാനത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിൽ അവന് പിഴവ് സംഭവിക്കുക. ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ഷിർക്ക് സംഭവിച്ചാൽ അത് അശ്ശിർക്കുൽ ഇൽമി എന്നാണ് പറയുന്നത്. മറ്റൊന്ന് വശിർക്കുൻ ഫി ഇബാദത്തിഹി വ മുആമലാത്തിഹി. അള്ളാഹുവിനുള്ള ഇബാദത്തിലും അവനുമായിട്ടുള്ള ഇടപാടുകളിലും സംഭവിക്കുന്ന ഷിർക്കാണ്. ഇങ്ങനെയുള്ള ആൾ ഇൻകാന സാഹിബുഹു യഅതഖിദു അന്നഹു സുബ്ഹാനഹു ലാ ശരീക ലഹു ഫി ദാത്തി. അവൻ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാകും, എന്താണ്? അള്ളാഹു മാത്രമേ ഏകനായ സൃഷ്ടാവായിട്ട് അവൻ മാത്രമേ ഉള്ളൂ, അവന് പുറമെ വേറൊരു ശരീക്കുമില്ല. അവൻ്റെ സിഫാത്തുകളുടെ കാര്യത്തിലും അഫ്ആലുകളുടെ കാര്യത്തിലെല്ലാം അവൻ ഇൽമിയായ നിലയിൽ തൗഹീദ് മുറുകെ പിടിക്കുന്നവനായിരിക്കും. പക്ഷെ അവൻ്റെ ഇബാദാത്തുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദാത്തുകളുടെ കാര്യത്തിൽ അവൻ ഷിർക്ക് സംഭവിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഇനം ഷിർക്ക്. ഇതിനെ എന്ത് പറയുന്നു? ഷിർക്കുൽ അമലി എന്ന് പറയുന്നു. ഒന്നാമത് പറഞ്ഞ ഷിർക്കുൽ ഇൽമി, രണ്ടാമത്തേത് ഷിർക്കുൻ അമലിയാണ്. അതിനുശേഷം ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഷിർക്കിനെ ഇമാം അവറുകൾ വിശദീകരിക്കുകയാണ്. ആദ്യം വശിർക്കുൽ അവ്വലു നൗആനി. ഒന്നാമത്തെ പറഞ്ഞ ഈ ഷിർക്ക് അത് രണ്ട് വിധമുണ്ട്. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് ഷിർക്കു തഅ്തീൽ. തഅ്തീലിന്റെ ഷിർക്കാണ്. തഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, ജഹദ് ചെയ്യുക, കുഫ്ർ ചെയ്യുക, എല്ലാത്തിനെയും നിഷേധിച്ച് തള്ളിക്കളയുക. സൃഷ്ടാവുണ്ടെന്നതിനെ തന്നെ എന്ത് ചെയ്യുക? നിഷേധിക്കുക. വഹുവ അഖ്ബഉ അൻവാഇ ഷിർക്ക്. ഇതാണ് ഷിർക്കിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഖബീഹായ, മോശപ്പെട്ടത്. കശിർക്ക് ഫിർഔൻ. ആരുടെ ഷിർക്ക് പോലെ? ഫിർഔനിന്റെ ഷിർക്കിനെ പോലെ. ഇത് ഖാൽ, അദ്ദേഹം പറഞ്ഞു, വമാ റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച്, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കുറിച്ച് മൂസ അലൈഹിസ്സലാം ഫിർഔനിനെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആകാശങ്ങൾ സൃഷ്ടിച്ചവനാണ്, ഭൂമിയെ സൃഷ്ടിച്ചവനാണ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സൃഷ്ടാവാണ് എന്നെല്ലാം വിവരിച്ചു കൊടുത്തു. വമാ റബ്ബുൽ ആലമീൻ. ആരാണ് ഈ റബ്ബുൽ ആലമീൻ? എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്, നിഷേധിച്ചുകൊണ്ട്. വഖാല ലിഹാമാന. ഫിർഔൻ തന്റെ മന്ത്രിയായ ഹാമാനിനോട് പറഞ്ഞു, ഫജ്അൽ ലി സർഹൻ ലഅല്ലി അത്ലഉ ഇലാ ഇലാഹി മൂസ വഇന്നി ലഅظنഹു മിനൽ കാദിബീൻ. എനിക്ക് വേണ്ടി ഒരു ഉയരത്തിൽ, വലിയ ഒരു ഉയരത്തിൽ ഒരു കോട്ട നിർമ്മിച്ചതാട്ടെ. മൂസ അലൈഹിസ്സലാമിന്റെ, മൂസ നബിയുടെ പറയുന്ന ഈ ഇലാഹിനെ ഞാനൊന്ന് എത്തി നോക്കട്ടെ എന്ന് ഫിർഔൻ പറയുകയാണ്. പരിഹസിച്ചുകൊണ്ട് പറയുന്നതാണ്. അതായത് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. മൂസ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന അള്ളാഹു എവിടെയാണ്? ആകാശത്താണ്, ഫിസ്സമാഇലാണ്. അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്നുള്ളതിന് ഈ ആയത്ത് എന്താണ്? തെളിവാണ്. അതുകൊണ്ടാണ് ഫിർഔൻ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ എങ്കിൽ എന്ത് ചെയ്യട്ടെ, ഞാനെന്ന് ആകാശത്തേക്ക് വലിയൊരു കോട്ട നിർമ്മിക്ക്, ഞാനെന്ന് പോയി നോക്കട്ടെ എന്ന് ഫിർഔൻ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ജുഹൂദിന്റെ, നിഷേധത്തിന്റെ, തഅ്തീലിന്റെ ശിർക്ക് ഇത് അപകടം പിടിച്ചതാണ്. ഏതാണ് ഏറ്റവും മോശപ്പെട്ടത്?
എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നത് വഷിർക്കു വത്തഅത്വീലു മുത്തലാസിമാൻ. ഇപ്പോൾ ഇവിടെ സംശയം ഉണ്ടായേക്കാം, ഒരാൾ അള്ളാഹുവിനെ കുഫർ ചെയ്യുകയാണ്, നിഷേധിക്കുകയാണ് പൂർണ്ണമായിട്ടും, അവൻ എങ്ങനെയാണ് മുശ്രിക്കായി തീരുന്നത്? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ ഒരു പങ്കാളിയെ സമീപിക്കലാണല്ലോ. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് വേറെ ആൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കാളി ഉണ്ടെന്ന് വിശ്വസിക്കുക, ഇതാണല്ലോ. ഇമാം അവറുകൾ ഇതിന് വിശദീകരിക്കുകയാണ്. വഷിർക്കു വത്തഅത്വീലു മുത്തലാസിമാൻ. ഷിർക്കും ഈ പറയുന്ന നിഷേധവും അത് രണ്ടും മുത്തലാസിമാനിയാണ്. മുത്തലാസിമാനിയാണെന്ന് പറഞ്ഞാൽ ഒന്നുണ്ടെങ്കിൽ വേറൊന്നുണ്ടാകും, അതുണ്ടെങ്കിൽ ഇതുണ്ടാകും, ഇതുണ്ടെങ്കിൽ അതുണ്ടാവും. ഫകുല്ലു മുശ്രിക്കിൻ മുഅത്വിലുൻ. അതായത് എല്ലാ മുശ്രിക്കും എന്തായിരിക്കും? മുഅത്വിലായിരിക്കും, നിഷേധി തന്നെയായിരിക്കും. അള്ളാഹുവിന്റെ കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു ഹക്കിന് നിഷേധിക്കുന്നവനായിരിക്കും. വകുല്ലു മുഅത്വിലിൻ മുശ്രിക്കുൻ. അതേപോലെ തന്നെ എല്ലാ മുഅത്വിലും നിഷേധിയും എന്തുമായിരിക്കും? മുശ്രിക്കുമായിരിക്കും. ലാകിന്ന അശ്ശിർക ലാ യസ്തൽസിമു അസ്ല തഅതീൽ. എന്നാൽ ഷിർക്ക് എന്നുള്ളത് തഅതീലിന്റെ, കുഫറിന്റെ അടിസ്ഥാനത്തെ എന്ത് ചെയ്യുന്നില്ല? നിർബന്ധമാക്കുന്നില്ല. അതായത് ഒരാൾ ഷിർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവനെന്ത് ചെയ്യുന്നുണ്ടാകും? അതിനോട് കൂടെ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ വിശ്വസിക്കുന്നുണ്ടാകാം. അള്ളാഹു സൃഷ്ടാവാണെന്നും ഉടമസ്ഥനാണെന്നും അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നവനെന്നും അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവനെന്നും ഒക്കെ എന്ത് ചെയ്യും? വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് എന്ത് ചെയ്യാം? ഷിർക്ക് ഉണ്ടാക്കാം. അപ്പോ ഒരാൾ മുശ്രിക്കായി എന്നുള്ളത് കൊണ്ട് തഅത്വീലിന്റെ, കുഫറിന്റെ പൂർണ്ണമായിട്ടെല്ലാം തള്ളിക്കളയണമെന്നില്ല. ബൽ യകൂനുൽ മുശ്രിക്കു മുഖിറൻ ബിൽ ഖാലിഖി സുബ്ഹാനഹു വസിഫാതി. എന്നാൽ ഒരു മുശ്രിക്ക് അള്ളാഹുവിന്റെ, ഖാലിഖായ അള്ളാഹുവിനെ അവൻ അംഗീകരിച്ചിട്ടുണ്ടാകാം, അവന്റെ സിഫാത്തുകൾ അവൻ അംഗീകരിക്കുന്നുണ്ടാകാം. വലാകിന്നഹു മുഅത്വിലുൻ ഹഖ്ഖ തൗഹീദ്. എന്നാലും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? തൗഹീദിന്റെ ഹക്ക്, തൗഹീദ് എന്നുള്ള അള്ളാഹുവിന് അവകാശപ്പെട്ടിരിക്കുന്ന ഹക്കാണ്, അവകാശമാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, ആ ഒന്നിനെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? നിഷേധിച്ചിരിക്കുന്നു. അപ്പോ ഒരാൾ കുഫർ ചെയ്താൽ അത് എന്ത് തന്നെയാണ്? ഷിർക്ക് തന്നെയാണ്. ഒരാൾ ഷിർക്ക് ചെയ്താൽ അത് എന്തുമാണ്? കുഫറുമാണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? മുത്തലാസിമാനിയാണ്. അത് ഷിർക്ക് സംഭവിച്ചാൽ കുഫറിലും പെട്ടിരിക്കുന്നു, കുഫർ സംഭവിച്ച എന്തിലും പെട്ടിട്ടുണ്ട്? യഥാർത്ഥത്തിൽ ഷിർക്കിലും പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നാണെന്ന് സൂചിപ്പിക്കുന്ന ആയാത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ കഹ്ഫില് തോട്ടക്കാരുടെ കഥ പറയുന്നിടത്ത് ഒരാൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അല്ലെങ്കിൽ ബഅസിനെ നിഷേധിച്ചപ്പോ, ഖിയാമത്ത് നാളിനെ നിഷേധിച്ചെല്ലാം സംസാരിച്ചപ്പോ അവന്റെ കൂട്ടാളി ചോദിക്കുന്നുണ്ട്, അകഫർത ബില്ലദീ ഖലഖക്. നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിനെ, നിന്നെ സൃഷ്ടിച്ചവനെ നീ കുഫർ ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. അതിനുശേഷം തൊട്ടുടനെ വരുന്ന ആയത്തിൽ കാണാം, ഇവന്റെ തോട്ടങ്ങളെല്ലാം നശിച്ചു പോയപ്പോ ഇവൻ പറയുകയാണ്, യാ ലൈതനീ ലം ഉശ്രിക് ബി റബ്ബി അഹദ. ആദ്യം അവൻ ബാസിനെയും മറ്റുമെല്ലാം നിഷേധിച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്, ഷിർക്കല്ല ചെയ്തത്. ഷിർക്ക് എന്ന പദം പ്രയോഗിച്ചിട്ടില്ല. പക്ഷെ ശേഷം വന്നപ്പോൾ പറയാണ്, അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയിപ്പോ പറയുകയാണ്, യാ ലൈതനീ ലം ഉശ്രിക് ബി റബ്ബി അഹദ. എന്റെ റബ്ബിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ആദ്യം ചെയ്ത് കുഫർ എന്തായിരുന്നു? അത് തന്നെയാണ് ഷിർക്ക് എന്ന് ഉലമാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുഫർ സംഭവിച്ചാൽ അത് എന്ത് തന്നെയാണ്? ഷിർക്കും തന്നെയാണ്. അള്ളാഹുവില് എന്ത് ചെയ്യുന്നുണ്ട്? അവൻ അവന്റെ ബലത്തെ അല്ലെങ്കിൽ അവന്റെ കഴിവിനെ, അവന്റെ സ്വാധീനത്തേക്ക് എന്ത് ചെയ്യാണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അള്ളാഹു അവന് ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും അവൻ എന്ത് ചെയ്യുന്നു? നിഷേധിച്ചിട്ട് എന്റെ തടിമിടുക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്ന പറയുമ്പോൾ അവനെ തന്നെ എന്ത് ചെയ്തു? അള്ളാഹുവിന് പങ്കാളിയാക്കി ആക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ കുഫർ ചെയ്യുമ്പോൾ അവനിൽ ഷിർക്ക് സംഭവിച്ചിരിക്കുന്നു, ഷിർക്ക് ചെയ്യുമ്പോൾ അവനിൽ എന്തും ചെയ്ത് സംഭവിച്ചിട്ടുണ്ട്? കുഫറും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വഅസ്ലു ശിർക്കി വഖാഇദതുഹു. ഷിർക്കിന്റെ അടിസ്ഥാനം, അതിന്റെ ഖായിദ, അതിന്റെ അടിസ്ഥാന തത്വം, ബേസ്മെന്റ്, അല്ലത്തി യർജിഉ ഇലൈഹ, അതിലേക്കാണ് ഷിർക്ക് പൂർണ്ണമായിട്ടും മടങ്ങുന്നത്. ഷിർക്കിന്റെ ഏത് ഇനടത്താലും എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ബേസ്മെന്റ് എന്തായിരിക്കും? അത് ഹുവ തഅ്തീൽ, ഈ പറയുന്ന നിഷേധമാണ്. വഹുവ സലാസത്തു അഖ്സാം. ഈ നിഷേധം എന്നുള്ളത് 3 ഇനമുണ്ട്. ഒന്ന് തഅ്തീലുൽ മസ്നൂഇ അൻ സാനിഇഹി വ ഖാലിഖിഹി. എന്ത് ചെയ്യുക? ഈ കാണുന്ന പ്രപഞ്ചത്തിന് ഒരു ഖാലിഖില്ല എന്ന് നിഷേധിക്കലാണ്. മസ്നൂആത്തുകളെ എന്ത് ചെയ്യുക? ഒരു ഖാലിഖിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? ഖാലിഖിനെ തൊട്ട് നിഷേധിക്കുന്നു. ഈ കാണുന്ന പ്രപഞ്ചമൊന്നും എന്ത് ചെയ്തല്ല?
ഒരു ഖാലിഖ് ഉണ്ടാക്കിയതല്ല എന്ന് നിഷേധിക്കലാണ്. അതായത് അദമു ഇസ്ബാത്തി തഫറുദില്ലാഹി ബിൽ ഖൽഖി വർ-റിസ്ഖി വത്-തദ്ബീരി. അപ്പോൾ എന്താണ് ഈ കാണുന്ന പ്രപഞ്ചം, അതിനെ സൃഷ്ടിച്ചത്, അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ പരിപാലകൻ, ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് എന്ത് ചെയ്യുക, അതിനെ അംഗീകരിക്കാതിരിക്കുക, അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളത് അംഗീകരിക്കാതിരിക്കുക. ഇതാണ് ഒന്ന്. മറ്റൊന്ന് വതഅത്വീലു സ്വാനിഇ സുബ്ഹാനഹു അൻ കമാലിഹിൽ മുഖദ്ദസ്. അവൻ സൃഷ്ടാവായിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, ഉടമസ്ഥനായിട്ട് അള്ളാഹു ആണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവ് അള്ളാഹു ആണെന്നൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല, പരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കമാലിയത്തിന്, സമ്പൂർണമായ പല കാര്യങ്ങളെയും അവൻ എന്ത് ചെയ്യുന്നു, നിഷേധിച്ച് തള്ളുകയാണ്. അവന്റെ അസ്മാകളിൽ നിന്ന് ഏതെങ്കിലും, അല്ലെങ്കിൽ അവന്റെ സുഫാത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നു. അവന്റെ അഫാലുകളിൽപ്പെട്ട പലതിനെയും അവൻ എന്ത് ചെയ്യുന്നു, നിഷേധിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ സമ്പൂർണതയ്ക്ക് യോജിക്കാത്ത പലതും എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സമ്പൂർണതയ്ക്ക് യോജിക്കാത്ത പലതും അവനിലേക്ക് എന്ത് ചെയ്യുന്നു, വച്ചുകെട്ടുന്നു, പലതിനെയും നിഷേധിച്ച് തള്ളുന്നു. ഇതാണ് രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ ഇനം വതഅ്തീലു മുആമലതിഹി അമ്മാ യജിബു അലൽ അബ്ദി മിൻ ഹഖീഖത്തി തൗഹീദ്. അപ്പോൾ അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകൾ, സിഫാത്തുകൾ, അഫ്ആലുകളെ കുറിച്ച് നല്ല ബോധമുണ്ടാകണം. മൂന്നാമത് പറഞ്ഞ ഇബാദാത്തുകൾ മുഴുവൻ അള്ളാഹു കൊടുക്കണമെന്നാണ്. ഇത് അടിമകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്. അള്ളാഹുവിന് കിട്ടേണ്ട അവകാശമാണത്. ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിന് കൊടുക്കുക എന്നുള്ളത്. ഇതിൽ തഅ്തീൽ ഉണ്ടാവുക, അതായത് ഇബാദത്തുകൾ എന്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക. അതാണ് മൂന്നാമത്തെ ഇനം തഅ്തീൽ. വമിൻ ഹാദാ, ഇതിൽപ്പെട്ടതാണ് ശിർകു ത്വായിഫത്തി അഹ്ലി വഹദത്തിൽ വുജൂദി അല്ലദീന യഖൂലൂൻ. വഹദത്തുൽ വുജൂദിന്റെ ആളുകളുണ്ട്, അദ്വൈതവാദികൾ. അവർ പറയുന്ന ശിർക്ക് ഈ പറയുന്ന തഅ്തീലിന്റെ ശിർക്കാണ്. അദ്വൈതവാദം എന്ന് പറഞ്ഞ എന്താണ്? മാ സമ്മ ഖാലിഖുൻ വ മഖ്ലൂഖുൻ. ഇവിടെ ഖാലിഖോ മഖ്ലൂഖോ എന്നുള്ള വേർതിരിവില്ല. വലാ ഹാഹുനാ ഷൈആൻ. ഇവിടെ എന്തില്ല? രണ്ടില്ല, ദ്വൈതമില്ല, രണ്ടില്ല, സൃഷ്ടാവും സൃഷ്ടിയുമില്ല. ബലിൽ ഹഖുൽ മുനസ്സഹു ഹുവ ഐനുൽ ഖൽഖിൽ മുശബ്ബഹ്. അതായത് റബ്ബ് അടിമയാണ്, അടിമ റബ്ബുമാണ്. ഇതാണ് അവരുടെ വാദം. സൃഷ്ടാവ് സൃഷ്ടിയാണ്, സൃഷ്ടി സൃഷ്ടാവുമാണ്. നേരെ എന്തില്ല, രണ്ടായിട്ട് വേർതിരിക്കുന്നില്ല. സൃഷ്ടാവ് സൃഷ്ടി എന്നുള്ള വേർതിരിവില്ല. സൃഷ്ടാവ് തന്നെയാണ്, റബ്ബ് തന്നെയാണെന്ത് അബദും, അബദ് തന്നെയാണെന്ത് അടിമയും എന്നുള്ളതാണ്. സൂഫി ത്വരീഖത്തുകളും അതിൽ ബൈഅത്ത് ചെയ്യുന്ന പല ആളുകളും ഈ അപകടം പിടിച്ചിരിക്കുന്ന വാദത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ പറയും എന്താണ്? അനൽ ഹക്ക്, അനൽ ഹക്ക്, ഞാനാണ് ഹക്കായവൻ എന്നെന്ത് ചെയ്യും? അവൻ സ്വയം അള്ളാഹുവായി മാറുന്ന ചില അപകടം പിടിച്ചിരിക്കുന്ന വാദങ്ങൾ നമ്മുടെ നാടുകളിലുള്ള ചില സൂഫി തരീഖത്തുകളിലെല്ലാം കാണും. അവരതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ റാത്തീബുകളിൽ, അവരുടെ ചില മൗലിദ് ഗ്രന്ഥങ്ങളിലെല്ലാം ഇതുപോലുള്ള അപകടം പിടിച്ചിരിക്കുന്ന വാദങ്ങൾ പറയുന്നുണ്ട്. വഹദത്തുൽ വുജൂദ് എന്നാണ് അതിന് പറയുന്നത്. അദ്വൈതവാദം നമ്മുടെ നാട്ടിലെ ഹൈന്ദവരായ ആളുകളിലെല്ലാം പ്രചരിച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണത്. രണ്ടില്ല, സൃഷ്ടാവും സൃഷ്ടിയും എന്നുള്ളതൊന്നില്ല. എല്ലാവരും എന്ത് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിലേക്ക് എന്ത് ചെയ്തു? ഇവരിങ്ങനെ പരിശുദ്ധി പ്രാപിച്ച് പോയി അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ചു. അങ്ങനെ അവർ തന്നെ റബ്ബായി മാറി എന്നുള്ള തെറ്റായ ഒരു വിശ്വാസമാണ്. ഇത് അള്ളാഹുവിന് കൊടുക്കേണ്ടിയിരിക്കുന്ന ഹക്കിനെ എന്ത് ചെയ്തലാണ്? നിഷേധിക്കലാണ്, ഷിർക്കിൽപ്പെട്ടതാണ്. ഒമിൻഹു, അതേപോലെ തന്നെ ഷിർക്കുൽ മലാഹിദത്തി, നിരീശ്വരവാദികളായ മതനിഷേധികളായ ആളുകളുടെ ഷിർക്കും ഇതിൽപ്പെട്ടതാണ്. അൽ ഖായിലീന ബിഖദമിൽ ആലമി വ അബദിയ്യതി. അവർ പറയുന്നത് ആലം, പ്രപഞ്ചം പുതുതായി ഉണ്ടായതല്ല, സൃഷ്ടിക്കപ്പെട്ടതല്ല, അത് പണ്ടേ മുതലുള്ളതാണ്. വഅന്നഹു ലം യകുൻ മഅദൂമൻ അസ്ലൻ, അത് ഇല്ലാതിരുന്നിട്ട് ഒന്നായിരുന്നില്ല. ബൽ ലം യസൽ വലാ യസാൽ, അത് പണ്ടേ ഉള്ളതാണ്, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വൽ ഹവാദിസു ബിഅസ്രിഹാ മുസ്തനിദത്തുൻ ഇൻദഹും ഇലാ അസ്ബാബിൻ വവസായിത ഇഖ്തലത് ഈജാദഹാ വയുസമ്മൂനഹാ ബിൽ ഉഖൂലി വൻ നുഫൂസ്. അവർ പറയുന്നത് ഈ പറയുന്ന സൃഷ്ടിപ്പും ഇതെല്ലാം ഉണ്ടായത് ചില സബബുകൾ കാരണത്താലാണ്. ചില കാരണങ്ങൾ സഹിതം എന്ത് ചെയ്തിരിക്കുന്നു? ഈ സൃഷ്ടിപ്പെല്ലാം സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്നതാണ് എന്ന് പറയുന്ന ഇവരുടെ
ഷിർക്കും എന്താണ് ഈ പറയുന്ന ഷിർക്കു തഅത്തീലിൽപ്പെട്ടതാണ്. വമിൻ ഹാദ അതേപോലെ തന്നെ ഈ പറയപ്പെട്ട ഷിർക്കു തഅത്തീലിൽപ്പെട്ടതാണ് ഷിർക്കു മൻ അത്വല അസ്മാ റബ്ബി തആല, അള്ളാഹുവിന്റെ ഇസ്മുകളെ നിഷേധിച്ച് കളയുന്ന ചില ആളുകളുണ്ട്. വ ഔസാഫഹു അതേപോലെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുന്നവരുണ്ട്. വ അഫ്ആലഹു അള്ളാഹുവിന്റെ ചില ഫിഅലുകളെ നിഷേധിക്കുന്നവരുണ്ട്. മിൻ ഗുലാത്തിൽ ജഹ്മിയ്യത്തി വൽ ഖറാമിത്ത, ജഹ്മിയാക്കളിൽപ്പെട്ടവർ മാത്രമല്ല അതേ ആശയമുള്ള വേറെ പല അവാന്തര വിഭാഗങ്ങളുമുണ്ട്. അവരെന്താണ് പറയുന്നത്? ഫലം യുസ്ബിതു ലഹു ഇസ്മൻ വലാ സിഫത, ജഹ്മിയാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഒരു ഇസ്മുമില്ല, ഒരു വിശേഷണവുമില്ല. ബൽ ജഅലു അൽ മഖ്ലൂക അക്മല മിൻ, മഖ്ലൂക്കീങ്ങളാണ് അള്ളാഹുവിനേക്കാളും അക്മല് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരുടെ അഭിപ്രായം. ഇത് കാരണം കമാലു ദാത്തി ബി അസ്മാഇഹ വസിഫാത്തി, ഒരു വസ്തുവിന്റെ സമ്പൂർണത ഉണ്ടായിത്തീരുന്നപ്പോഴാണ്, അവന് കുറെ വിശേഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഒരു മനുഷ്യൻ, അവന് കേൾവിയുണ്ട്, അവന് കാഴ്ചയുണ്ട്, അവന് കാണാൻ സാധിക്കും, അവന് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ പല സിഫാത്തുകളും ഒരുമിച്ച് കൂടുമ്പോഴാണ് അവൻ എന്തായിത്തീരുന്നത്? പൂർണ്ണനായിത്തീരുന്നത്. അപ്പൊ സൃഷ്ടികൾക്ക് ഈ പറയുന്ന സിഫാത്തുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരംഗീകരിക്കുന്നുണ്ട്. മനുഷ്യന്മാർക്ക് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, സമഉണ്ട്, ബസറുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഒരു ഇസ്മിനെ എന്ത് ചെയ്യൂല? ഇവരംഗീകരിക്കുകയില്ല. അള്ളാഹുവിന്റെ സിഫാത്തുകളൊന്നും എന്ത് ചെയ്യൂല? ഇവരംഗീകരിക്കുകയില്ല. അപ്പൊ ഇവര് എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിനേക്കാൾ അക്മലായിട്ട് സമ്പൂർണനായിട്ട് സൃഷ്ടികളെ കാണുന്നു. അപ്പൊ ഇവരുടെയും ഷിർക്ക് എന്തിൽപ്പെട്ടതാണ്? ഈ ഷിർക്കു തഅത്തീലിൽപ്പെട്ടതാണ്. ഇനി അന്നൗഉ സാനി, രണ്ടാമത്തെ ഇനം തഅത്തീലിന്റെ ഷിർക്കിനെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് എന്താണ്? ഷിർക്കുൻ ഇൽമിയാണ്, അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട് അസ്മാഅകള്, സിഫാത്തുകള്, അഫ്ആലുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുന്ന ഷിർക്ക്. ഇതിനെ രണ്ട് ഇനമായിട്ട് വേർതിരിച്ചു. അതിൽ ഒന്നാമത്തെ ഇനം ഷിർക്കു തഅത്തീലാണ്, നിഷേധത്തിൻ്റെതാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഇനം ഷിർക്കു മൻ ജഅല മഅഹു ഇലാഹൻ ആഖർ, ഒരാളുടെ ഷിർക്ക്, അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിനോട് കൂടെ വേറൊരു ഇലാഹിനെയും സങ്കല്പിക്കുകയാണ്. വലം യുഅത്തിൽ അസ്മാഅഹു വസിഫാതിഹി വറുബൂബിയ്യത, അവൻ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിന്റെ ഇസ്മുകളെ നിഷേധിക്കുന്നില്ല, അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്നില്ല. അള്ളാഹുവാണ് ഖാലിഖ്, മാലിക്, മുദബ്ബിർ, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല? നിഷേധിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് കൂടെ വേറെ ചില ആരാധ്യരെ അവർ സങ്കല്പിക്കുന്നു. കശിർക്കിൻ നസാറ, നസാറാക്കളുടെ ഷിർക്കിനെ പോലെ. അല്ലദീന ജഅലൂഹു സലാസ, അവരെന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിനെ മൂന്നാക്കി. ഫജഅലുൽ മസീഹ ഇലാഹൻ, മറിയമിന്റെ മകൻ ഈസ അലൈഹിസ്സലാമിനെ അവർ ഇലാഹാക്കി. വ ഉമ്മഹു ഇലാഹൻ, മറിയം അലൈഹിസ്സലാമിനെയും എന്ത് ചെയ്തു? ഒരു ഇലാഹാക്കി. അങ്ങനെ മൂന്ന് ഇലാഹുകളായി. അതേപോലെ തന്നെ വമിൻ ഹാദ, ഇതിൽപ്പെട്ടതാണ് അള്ളാഹുവിന് പുറമെ വേറെ ഒരു ഇലാഹിനെ ഉണ്ടാക്കുന്നതിൽപ്പെട്ടതാണ് ഷിർക്കുൽ മജൂസി, മജൂസിയാക്കളുടെ ഷിർക്ക്. അവരെന്താണ് ചെയ്യുന്നത്? അൽ ഖായിലീന ബി ഇസ്നാദി ഹവാദിസിൽ ഖൈരി ഇലൻ നൂർ വ ഹവാദിസി ശർരി ഇലൽ ദുൽമ, അവരുടെ രീതി എന്തെങ്കിലും നന്മയായൊരു പ്രവൃത്തി നടക്കുന്നുണ്ടോ അത് ആര് മുഖേനയാണ്? പ്രകാശം മുഖേനയാണ്. ഏതെങ്കിലും മോശപ്പെട്ട ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടോ അതിന് കാരണം എന്താണ്? ഇരുട്ടാണ്. ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിന് പുറമെ ഈ വെളിച്ചത്തെ ആരാധന ആക്കിയിരിക്കുകയാണ്. തീയിനെ അവരെന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇബാദത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് പുറമെ എന്ത് ചെയ്തു? തീയിനെ ഒരു ഇലാഹായിട്ട് സ്ഥാപിച്ചു. ഒമിൻ ഹാദ, ഇതിൽപ്പെട്ടതാണ് ഷിർക്കുൽ ഖദരിയ്യത്തി, ഖദരിയാക്കളുടെ ഷിർക്ക്. അവരുടെ പ്രത്യേകത എന്താണ്? അൽ ഖായിലീന ബി അന്നൽ ഹയവാന ഹുവല്ലദി യഖ്ലുഖു അഫ്ആല നഫ്സി, അവരുടെ അഭിപ്രായം സൃഷ്ടികള്, ഹയവാനുകള്, അവരുടെ പ്രവർത്തികളെ സൃഷ്ടിക്കുന്ന അവർ തന്നെയാണ് എന്നതാണ്. അള്ളാഹുവിന്റെ ഖദറൊന്നുമല്ല. അള്ളാഹു കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? നേരത്തെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഓരോ ആളുകളുടെയും പ്രവർത്തികൾ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നത്. വഅന്നഹാ തഹദുസു ബിദൂനി മശിഅത്തില്ലാഹി വഖുദ്റതിഹി വഇറാദതിഹി, സൃഷ്ടികൾ എന്ത് പ്രവർത്തനം ചെയ്താലും അതിൽ അള്ളാഹുവിന് യാതൊരു ഇടപാടുമില്ല. അള്ളാഹുവിന്റെ മശിഅത്ത് അതിന് വേണ്ട. ആ പ്രവൃത്തി ചെയ്യാൻ അള്ളാഹുവിന്റെ ഖുദ്റത്ത് അതിന് വേണ്ട.
അള്ളാഹുവിൻ്റെ ഇറാദത്തിന് വേണ്ട എന്നാണ് അവർ പറയുന്നത്. വലിഹാദ കാനു മിൻ അഷ്ബാഹിൽ മജൂസ്. ഇതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിരിക്കുന്നു? മജൂസികളെ പോലെ തന്നെയാണ്. മജൂസികൾ എന്താണ് ചെയ്തത്? ഏതൊരു പ്രവൃത്തിയുടെയും നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ സൃഷ്ടാവാരാണ്? വെളിച്ചമാണ്. മോശപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ സൃഷ്ടാവാരാണ്? ഇരുളാണ്. ഇവരെന്ത് ചെയ്തു? ഏതു പ്രവൃത്തിയും സൃഷ്ടിക്കുന്നത് ഒരു മനുഷ്യന് പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തിയുടെ സൃഷ്ടാവൻ തന്നെയാണ്. അപ്പോൾ അതിലെന്തില്ല? അള്ളാഹുവിൻ്റെ ഇടപാടുകളൊന്നുമില്ല, അവൻ്റെ ഖദറില്ല എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഈ പ്രവൃത്തിയെ അവനെ തന്നെ എന്താക്കി മാറ്റി? യഥാർത്ഥത്തിൽ ഇലാഹാക്കി മാറ്റിയിരിക്കുകയാണ്. അവർ മജൂസികളെ പോലെയാണ്. വമിൻ ഹാദാ ഷിർക്കുല്ലദി ഹാജ്ജ ഇബ്രാഹീമ ഫി റബ്ബി. ഇതിൽപ്പെട്ട ഷിർക്കാണ് ഒരാളുടെ ഷിർക്ക്. ഇബ്രാഹിം അലൈഹിസ്സലാമുമായി തർക്കിച്ച ഒരുവന്റെ ഷിർക്ക്. അവനെന്താണോ പറഞ്ഞത്? ഇദ് ഖാല ഇബ്രാഹിമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ എൻ്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, അന ഉഹ്യീ വ ഉമീത്, ഞാനും എന്ത് ചെയ്യും? ജീവിപ്പിക്കും മരിപ്പിക്കും എന്ന് അവൻ പറഞ്ഞു. ഫഹാദാ ജഅല നഫ്സഹു നിദ്ദൻ ലില്ലാഹ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ജീവിപ്പിക്കുന്നവൻ അവനാണ്, അവനാണെന്ന് പറഞ്ഞപ്പോൾ അവന്റെ നഫ്സിനെ അവൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ പകരക്കാരനാക്കി, സമമാക്കി ശിർക്ക് ചെയ്തു. യുഹ്യി വ യുമീതു ബിസഅമി. അവന്റെ വാദപ്രകാരം അവൻ എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു. കമാ യുഹ്യി അല്ലാഹു വ യുമീത്. അള്ളാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഫഅൽസമഹു ഇബ്രാഹിമു അന്ന തർദ ഖൗലിക അൻ തഖ്ദിറ അലൽ ഇത്യാനി ബിശംസി മിൻ ഗൈരിൽ ജിഹത്തി അല്ലതി യഅതി ബിഹ അല്ലാഹു മിൻഹാ. അള്ളാഹു ഖുർആനിൽ പറയുന്നത് പോലെ ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദി കഫർ. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു ഇദ്ദേഹത്തിന്റെ ഈ വാക്കിന് തെളിവിനെ ഖണ്ഡിച്ചു കളയാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ തെളിവിന്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു, എൻ്റെ റബ്ബ് എന്ത് ചെയ്യുന്നു? സൂര്യനെ മശ്രിഖിൽ നിന്ന് കിഴക്ക് നിന്ന് കൊണ്ടുവന്ന് പടിഞ്ഞാറ് ഉദിപ്പിക്കുന്നു. നീയാണ് റബ്ബ് എങ്കിൽ സൂര്യൻ എന്ത് ചെയ്യ്? പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിച്ച് കിഴക്ക് അസ്തമിപ്പിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തു? ഈ വാദം നിരർത്ഥകമാണെന്ന് ബോധ്യപ്പെട്ടു. വലൈസ ഹാദാ ഇന്തിഖാലൻ കമാ സഅമ ബഅദു അഹ്ലിൽ ജദൽ. അത് തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. അതായത് ഒരു കാര്യം ഒരാൾ തർക്കം ഉന്നയിക്കുമ്പോൾ, ഒരു വിഷയം ചോദിക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് ചാടിപ്പോകുന്നതിനാണ് എന്ത് ചെയ്യുക? അത് പറയാം. അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ്? അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ആ ദലീൽ എന്താണ്? നിരർത്ഥകമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തിരിക്കുന്ന പണിയാണ്. ബൽ ഇൽസാമൻ അലാ തർദി ദലീൽ ഇൻ കാന ഹഖ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ദലീൽ സത്യമാണെങ്കിൽ അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അത് ബാത്തിലാണെന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിരർത്ഥകമാണെന്ന് കാണിക്കാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് ചെയ്തത്? വേറൊരു ചോദ്യം എതിരായിട്ട് ഇട്ടുകൊടുത്തത്. അപ്പൊ ഇതും എന്തിൽപ്പെട്ടതാണ്? അള്ളാഹുവിന് പുറമെ വേറൊരു ഇലാഹിനെ സ്ഥാപിക്കുന്നതിൽ പെട്ടതാണ്. വമിൻ ഹാദാ ശിർകു കസീരിൻ മിമ്മൻ യുശ്രികു ബിൽ കവാകിബിൽ ഉൽവിയാത്ത്. ഇങ്ങനെയുള്ള ഷിർക്കിൽപ്പെട്ടതാണ് ധാരാളം ആളുകൾ ചെയ്യുന്ന ഷിർക്ക്. അവരെന്ത് ചെയ്യുന്നു? ആകാശലോകത്തുള്ള പല കൗക്കബുകളെയും അള്ളാഹുവിനെ പങ്കാളികളാക്കുന്നു. വയജ്അലുഹ അർബാബൻ മുദബ്ബിറതൻ ലിഅംരി ഹാദൽ ആലം. എന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും നടക്കാൻ ഉള്ള എന്താണ്? അതിന്റെ മുദബ്ബിറത്ത്, അതിനെ നിയന്ത്രിക്കുന്നത് ഇന്ന നക്ഷത്രത്തിന്റെ ചലനം മുഖേനയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ ഫലമേൽപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കമാഹുവ മദ്ഹബു മുശ്രികി സ്വാബിഅത്തി വഗൈരിഹിം. സ്വാബിഇയാക്കള് ഈ രീതിയിലുള്ള ആളുകളാണ്. നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹായിട്ട് സ്വീകരിച്ച് അവകൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നു. വമിൻ ഹാദാ ശിർകു ഉബ്ബാദി ശംസി വ ഉബ്ബാദി നാരി വഗൈരിഹിം. അതേപോലെ തന്നെ സൂര്യനെ ഇബാദത്ത് ചെയ്യുന്നവർ, അതേപോലെ തീയിനെ ഇബാദത്ത് ചെയ്യുന്നവർ, ഇതെല്ലാം ഇതിൽപ്പെട്ടതാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, വമിൻ ഹഉലാഇ, ഇവരിൽപ്പെട്ടവർ തന്നെയാണ് മൻ യസ്ഉമു അന്ന മഅബൂദഹു ഹുവൽ ഇലാഹു അലൽ ഹഖീഖ. ചില ആളുകൾ പറയുന്നു അവര് ആരെങ്കിലും ഇബാദത്ത് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന മഅബൂദ് അവരാണ് യഥാർത്ഥത്തിലുള്ള ഹഖീഖത്തിലുള്ള ഇലാഹ്. വമിൻഹും മൻ യസ്ഉമു അന്നഹു അക്ബറുൽ ആലിഹ. അങ്ങനെയുള്ള മഅബൂദാണ് ഏറ്റവും വലിയ ആലിഹത്തുകളിൽ ഏറ്റവും അക്ബറായവൻ എന്ന് വാദിക്കുന്നവരുണ്ട്. വമിൻഹും മൻ യസ്ഉമു അന്നഹു ഇലാഹും മിൻ ജുംലത്തിൽ ആലിഹ. കുറെ ആലിഹത്തുകളിൽപ്പെട്ട ഒരു ഇലാഹാണ് ഞങ്ങളുടെ ആരാധ്യർ എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്.
വഅന്നഹു ഇദാ ഖസ്സഹു ബിഇബാദത്തിഹി വത്തബത്തുൽ ഇലൈഹി വൽ ഇൻഖിതാഇ ഇലൈഹി അഖ്ബല അലൈഹി വഅതനാ ബി. അങ്ങനെ ഒരു മഅബൂദിനെ വെക്കുകയും അതിന് കുറെ ഇബാദത്തുകൾ അർപ്പിക്കുകയും അതിന്റെ മുന്നിൽ ഭജന ഇരിക്കുകയും അവനിലേക്ക് ഇങ്ങനെ മനസ്സ് മുഴുകി ഇഴകിച്ചേരുകയും ചെയ്താൽ ആ ഇലാഹ് എന്ത് ചെയ്യും? നമ്മൾ പരിഗണിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ. വമിൻഹും മൻ യസ്ഉമു അന്ന മഅബൂദഹുൽ അദ്നാ യുഖർരിബുഹു ഇലൽ മഅബൂദിഹി അല്ലദീ ഹുവ ഫൗക. വേറെ ചില ആളുകൾ വിശ്വസിക്കുന്നു ഒരു മഅബൂദ്, നമ്മളിലേക്ക് അടുത്ത മഅബൂദ്, അവന് ഇബാദത്ത് ചെയ്താൽ അവൻ എന്ത് ചെയ്യും? അവന്റെ മുകളിലുള്ള മഅബൂദിലേക്ക് അടുപ്പിക്കും. വൽ ഫൗഖാനി യുഖർരിബുഹു ഇലാ മൻ ഹുവ ഫൗഖു. അതിന് മുകളിലുള്ളവൻ അതിന് മുകളിലുള്ളവനിലേക്ക് എന്ത് ചെയ്യും? അടുപ്പിക്കും. ഹത്താ തുഖർരിബുഹു തിൽകൽ ആലിഹത്തു ഇലല്ലാഹി സുബ്ഹാനഹു. അങ്ങനെ എന്ത് ചെയ്യും? ഈ ആലിഹത്തുകൾ അവരെ അള്ളാഹുവിലേക്ക് എത്തിച്ചേർക്കും എന്നെല്ലാം വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഫതാറത്തൻ തക്സുറുൽ വസായിത്തു വതാറത്തൻ തഖില്ലു. ചിലപ്പോൾ ഈ മധ്യമാർ ധാരാളം അധികരിക്കും, ചിലപ്പോൾ കുറയുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള അള്ളാഹുവിന് പുറമെ വേറൊരു ഇലാഹിനെ സങ്കല്പിക്കുന്ന ഷിർക്കും ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഇൽമിയായ ഷിർക്കിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇമാം അവറുകൾ വിവരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തത് രണ്ടാമത്തെ ഇനത്തെ സംബന്ധിച്ച് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.